ഹലോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ തൂത്തു. അത് കഴിഞ്ഞിട്ട് വെളിയിലാണ് അരി അടപ്പയിലിടുന്നത്. അരി അടപ്പയിലൊക്കെ ഇട്ടു. അപ്പോൾ സിത്തുവിന് കൊണ്ടുപോകാൻ രാവിലെ അപ്പമായിരുന്നു, അതുകൊണ്ട് ചോറ് വേണ്ടായിരുന്നു. അപ്പം അതവിടെ വെച്ചു. പിന്നെ സിത്തുവിനെ കൊണ്ടുവിടാനായിട്ട് പോയി. സിത്തുവിൻ്റെ വണ്ടി ഒരു 8-8:30 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ട് കയറിയാണ് പോകുന്നത്. അതിൻ്റെ ഇതാണ് കാണുന്നത്. ഫ്രണ്ടിൽ കൂടാണ് തിരിച്ച് വരുന്നത്. അതാണ് ഈ കാണുന്നത്. പിന്നെ വീട്ടിൽ വന്ന് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊരു 11 മണിക്ക് ആയപ്പോഴത്തേനും തണ്ണിമത്തൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പം എന്താ ചൂടല്ലേ, അപ്പം തണ്ണിമത്തനൊക്കെ കഴിച്ചു. നല്ല മധുരമായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമുക്കൊരു ഈ ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹമല്ലേ. അപ്പോൾ തണ്ണിമത്തൻ കഴിച്ചപ്പോൾ അതിനൊരു ആ ദാഹം കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് തണ്ണിമത്തൻ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞമ്മ. അപ്പോൾ പിന്നെ ക്യാബേജ് പിന്നെ എളുപ്പവഴി നോക്കും. കൊത്തിപ്പൊടിക്കുന്നതിനേക്കാൾ എളുപ്പം മറ്റേ സാധനം അതിനകത്തിട്ട് അടിച്ചാൽ മതിയല്ലോ. അപ്പം ഉള്ളിയും ക്യാബേജും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ആ സാധനത്തിനകത്തിട്ട് അരിഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഒതുക്കി, പെട്ടെന്ന് തന്നെ അത് റെഡിയായി. എളുപ്പമാർഗ്ഗം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റായി കിട്ടി. പിന്നെ ഞാൻ കുറച്ച് സലാഡൊക്കെ എടുത്തായിരുന്നു ഉച്ചക്കത്തേക്ക് കഴിക്കാൻ. പിന്നെ ചോറിന് സലാഡും പപ്പടം, ക്യാബേജ് തോരൻ, തീയൽ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച്. തീയലൊക്കെ ഇന്നലെ തലേന്ന് നൈറ്റ് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോണും. പിന്നെ പോപ്കോണും ചായ എടുത്തു. പോപ്കോൺ ഇച്ചിരി കരിഞ്ഞു പോയി, അത് നോക്കണ്ട. പിന്നെ നൈറ്റ് പിന്നെ കപ്പക്കിഴങ്ങ് മേടിച്ചുമായിരുന്നു. അപ്പം ഞാൻ ചോറ് സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് കപ്പക്കിഴങ്ങാണ് കഴിച്ചത്. പിന്നെ ചേട്ടൻ വിളിച്ചു, വാവയായിട്ട് കുറച്ച് നേരം കളിച്ചു. അവൾ കുറുമ്പ് കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു ചേട്ടൻ. അങ്ങനെ 10 മിനിറ്റ് കളിച്ചപ്പോഴത്തേന് നമുക്ക് ഉറക്കം വന്നു, അതിന് കരച്ചിലായി. പിന്നെ ഞാൻ അവളെ ഉറക്കാൻ കയറി. അപ്പോൾ ഇതാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയുള്ളൂ, അത് വെച്ച് ഞാൻ ഒപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, ലൈക്ക് ഷെയറും ചെയ്യണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം വാവ ഉറക്കമാണ്, വാവ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോർട്സൊക്കെ. ഞാൻ സാധാരണ അവൾ ഉറങ്ങിയിട്ടാണ് എടുക്കുന്നത്. ഉറങ്ങുമ്പോഴത്തേനും ഒരു 10-11 മണിയൊക്കെ ആവും. പിന്നെ പാട്ട് പാടി, എൻ്റേതായിട്ടുള്ള പാട്ട് അതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ സ്കിപ്പാക്കിയത്. പിന്നെ അവൾ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.